ഹലോ ചങ്ങായിമാരെ, ടെക്നിക്കൽ ചങ്ങാതിയിലേക്ക് സ്വാഗതം. സോ നമ്മുടെ പവർഷെൽ സീരീസിൻ്റെ ഭാഗമായിട്ട് പവർഫുള്ളായിട്ട് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് എന്താണ് വേർബ് നൗൺ ഫോർമാറ്റ്സ്, എന്താണ് ഗെറ്റ് കമാൻഡ്, ഗെറ്റ് ഹെൽപ്പ്, ഇവരൊക്കെ ആരാണ്, അല്ലെങ്കിൽ ഇവരെയൊക്കെ എങ്ങനെയാണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുക എന്നുള്ളതൊക്കെയാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. സോ അത് പഠിക്കാൻ ഞാൻ എന്ത് ചെയ്യുന്നില്ല, ഈ പവർഷെൽ ISEO പവർഷെൽ IDEO ഒന്നും ഉപയോഗിക്കുന്നില്ല. പകരം നമ്മുടെ നാടൻ പവർഷെൽ ഉണ്ടല്ലോ, നമ്മുടെ ഒറിജിനൽ പവർഷെൽ ടെർമിനൽ, ഓക്കെ, ആ പവർഷെൽ നമുക്ക് ഉപയോഗിക്കാം. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താക്കുന്നത്, ഈ പവർഷെൽ ഓപ്പൺ ആക്കുകയാണ്. ജസ്റ്റ് പവർഷെൽ ഞാൻ അഡ്മിനിസ്ട്രേറ്റർ ആയിട്ടാണ് ഓപ്പൺ ചെയ്യുന്നത്. ഓക്കെ, നമുക്കിന്ന് പവർഷെൽ ഓപ്പൺ ആക്കി ഇവിടെ ഒന്ന് രണ്ട് സാമ്പിൾ കമാൻഡ്സ് നോക്കാം. ഓക്കെ, സാമ്പിൾ കാംലെറ്റ്സ് എന്താണ്? നമുക്ക് ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് നമ്മൾ ഗെറ്റ് പ്രോസസ്സ് നോക്കിയല്ലോ. ഈ ഗെറ്റ് പ്രോസസ്സ് ആക്ച്വലി എന്താണ്? ഇവിടെ ഗെറ്റ് പ്രോസസ്സാണ്, പ്രോസസ്സ് ഗെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ആക്ച്വലി എല്ലാ പവർഷെൽ കാംലെറ്റ്സും, ഒരുവിധം എല്ലാ പവർഷെൽ കാംലെറ്റ്സും വർക്ക് ചെയ്യുന്ന ഒരു ഫോർമാറ്റ് ഉണ്ട്. അത് വേർബ് നൗൺ ഫോർമാറ്റാണ്. ആക്ച്വലി ഈ ഗെറ്റ് പ്രോസസ് എന്ന് പറയുന്ന കാംലെറ്റ്സ് എന്താണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. ഹിയർ ഗെറ്റ് ആൻഡ് വാട്ട് വി നീഡ് ടു ഗെറ്റ് പ്രോസസ്. നമുക്കിവിടെ കിട്ടണം, എന്താണ് കിട്ടേണ്ടത്? പ്രോസസ്സാണ് കിട്ടേണ്ടത്. സോ ആ കമാൻഡ് എന്ത് വരുന്നു? ഗെറ്റ് പ്രോസസ് എന്ന് വരുന്നു. സോ നമുക്കിവിടെ ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ഈ ഇതിൽ റൺ ചെയ്യുന്ന സർവീസസ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം? അത് തന്നെ ഗെറ്റ് സർവീസസ്. ഓക്കെ, ഇതിൽ എൻ്റെ വിൻഡോസിൽ റൺ ചെയ്യുന്ന സർവീസസ് ഒക്കെ ലിസ്റ്റ് ആയിട്ടുണ്ട്. സോ നമ്മളിപ്പോൾ വേർബ് നൗണ് എന്താണെന്ന് പഠിച്ച് ഇനി ഞാൻ അടുത്ത ഒന്ന് പറഞ്ഞാണ് ഗെറ്റ് കമാൻഡ്. എന്താണ് അപ്പോൾ ഈ സാധനം ഗെറ്റ് കമാൻഡ്? ഇതിനെ കൊണ്ട് എന്തൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റും? എന്താണ് ഇതിൻ്റെ ഒരു സംഭവം എന്താണ്? സോ ഗെറ്റ് കമാൻഡ് വളരെ സിമ്പിളാണ്. ഇവിടെ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഈ എല്ലാ പവർഷെൽസും കാംലെറ്റ്സും വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇതിൻ്റെ പവർഷെൽ ഡെവലപ്പർ ഡിസൈൻ ചെയ്തിരിക്കുന്നത് വേർബ് നൗൺ ഫോർമാറ്റിലാണെന്ന്. ഓക്കെ, ഇവിടെ എനിക്കിപ്പോൾ ഗെറ്റ് സർവീസ് കിട്ടാൻ വേണ്ടിയിട്ട് ഗെറ്റ് പ്രോസസ് ആണെങ്കിൽ ഗെറ്റ് പ്രോസസ് എന്നായിരുന്നു. പക്ഷേ ഗെറ്റ് സർവീസസ് ആണെങ്കിൽ സർവീസസ് എന്ന് പറയുന്ന പ്ലൂറലില്ല, പകരം സർവീസ് മാത്രമേ ഉള്ളൂ. ഇതൊരു എക്സാമ്പിളിന് പറഞ്ഞാൽ കേട്ടോ, നമുക്ക് ഇംഗ്ലീഷ് ഗ്രാമറൊക്കെ പിന്നീട് ശ്രമിക്കാം. ഓക്കെ, സോ ഇവിടെ അങ്ങനെയുള്ള ചെറിയ സംശയങ്ങൾ വരികയാണ്. ഇത് തന്നെയാണോ കാംലെറ്റ്സ് എന്ന് അറിയണം. അങ്ങനെ അറിയേണ്ട ഒരു സാഹചര്യം നമുക്ക് വരികയാണെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മാജിക്കൽ ടൂളാണ് ഗെറ്റ് കമാൻഡ്. ഈ ഗെറ്റ് കമാൻഡ് ഉപയോഗിച്ചിട്ട് എനിക്കിപ്പോൾ സർവീസുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കമാൻഡ്സും വേണമെന്നുണ്ടെങ്കിൽ ഞാനൊരു സ്റ്റാർ ഇടുന്നു, എന്നിട്ട് സർവീസ് എന്നിടുന്നു. ഓക്കെ, എന്നിട്ട് മറ്റൊരു സ്റ്റാർ ഇടുന്നു. ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഈ സർവീസസ് എന്നുള്ള വേർഡ് ഇതിന് മുന്നെയോ ശേഷമോ മറ്റെന്ത് വന്നാലും അതായത് സർവീസസ് എന്നുള്ള വേർഡ് ഒരു പ്രാവശ്യമെങ്കിലുള്ള കാംലെറ്റ്സ് എന്തൊക്കെയാണോ അത് ഫെച്ച് ചെയ്ത് കൊണ്ടുവരികയാണ്. നമുക്കിത് എൻ്റർ ചെയ്ത് നോക്കാം എന്താ വരുന്നതെന്ന്. ഇത് എൻ്റർ ചെയ്തപ്പോൾ സർവീസസ് എന്നില്ല, ഇവിടെ വെബ് സർവീസസ് വന്നിട്ടുണ്ട്, ഇവിടെ റീസം സർവീസസ് വന്നിട്ടുണ്ട്, സെറ്റ് സർവീസ് വന്നിട്ടുണ്ട്, അതേപോലെ ഗെറ്റ് സർവീസും വന്നിട്ടുണ്ട്. ഈ ഗെറ്റ് സർവീസ് വന്നു കഴിഞ്ഞാൽ ഇവിടെ എന്ത് പറഞ്ഞിട്ടുണ്ട്? ഇതിൻ്റെ സോഴ്സും വന്നിട്ടുണ്ട് അല്ലേ. ഇത് പവർഷെൽ മാനേജ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. ഇതിൽ ഞാൻ ഹൈപ്പർ വി ഇനേബിൾ ചെയ്തുകൊണ്ട് തന്നെ ഗെറ്റ് ഇനേബിൾ ഇൻ്റഗ്രേഷൻ സർവീസ് എന്ന് പറയുന്ന കാംലെറ്റ്സ് ഹൈപ്പർ വി ആയിട്ട് ബന്ധപ്പെട്ടാണ്. അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ വരും. ഇനി ഇവിടെ ഒരു ഉദാഹരണത്തിന് എനിക്ക് വേണ്ടത് ഗെറ്റ് സർവീസസ് എന്നല്ല, പകരം സർവീസസ് എന്നതിന് പകരം ഗെറ്റും സർവീസസും വരുന്ന എന്തെങ്കിലുമാണ് വേണ്ടത്. സോ ഇവിടെ എനിക്ക് ഗെറ്റ് കമാൻഡ് മറ്റൊരു രീതിയിൽ ഉപയോഗിക്കാം. ഞാൻ എന്ത് ചെയ്യുന്നു, ഇതിന് രണ്ട് പാരാമീറ്റേഴ്സ് ഉണ്ട്. ഒന്ന് വേർബാണ്. ഇവിടെ ഞാൻ പറഞ്ഞു വേർബ് എന്തായിരിക്കണം? ഗെറ്റാണ്. എനിക്ക് മനസ്സിലായി ഗെറ്റാണ് വേണ്ടത് എന്ന്. മറ്റൊന്ന് നൗൺ എന്താ വേണ്ടത്? സർവീസസ് ആണ്. സോ നൗണിന് ഞാൻ എന്ത് ചെയ്യുന്നു, പാരന്തസിസ് ഉപയോഗിക്കുന്നു, എന്നിട്ട് സർവീസസ് കൊടുക്കുന്നു. ഇപ്പോൾ എനിക്ക് എന്താ കിട്ടിയത്? ഗെറ്റ് വരുന്ന കാംലെറ്റ്സുകൾ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. സോ കുറച്ചുകൂടെ ഫിൽറ്റർ ചെയ്ത ഒരു ഔട്ട്പുട്ട് കിട്ടി. ഇവിടെ ഗെറ്റ് സർവീസസ് എനിക്ക് ഇപ്പോൾ ഉപയോഗിച്ച് നോക്കാം, എന്നിട്ട് അത് എന്തൊക്കെ ആവുന്നതെന്ന് അറിയാൻ പറ്റും. ഓക്കെ, ഇവിടെ ഞാൻ ഗെറ്റ് സർവീസസ് കിട്ടി. ഇനി ഇവിടെ ഗെറ്റ് സർവീസസ് വന്നു, എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ ഈ സർവീസസൊക്കെ കിട്ടി. ഇനി ഗെറ്റ് ഹെൽപ്പ്, അങ്ങനെ ഒരു സാധനം ഉണ്ടല്ലോ അല്ലേ, ഗെറ്റ് ഹെൽപ്പ്.
എന്താ ഈ ശരിക്കും ഗെറ്റ് ഹെൽപ്പ് എന്ന് നോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? ഗെറ്റ് സർവീസസിൽ ഗെറ്റ് ഹെൽപ്പ് നോക്കാം. ഓക്കെ, നിങ്ങൾ ആദ്യമായിട്ടാണ് പവർ ഷെല്ലിൽ ഗെറ്റ് ഹെൽപ്പ് റൺ ചെയ്യുന്നത് എങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്രോംപ്റ്റ് വരും. നിങ്ങളുടെ ഹെൽപ്പ് അപ്ഡേറ്റ് ചെയ്യണമെന്ന് ചോദിച്ചിട്ട്. ഇങ്ങനെ ഒന്ന് വന്നാൽ ഭയപ്പെടാനോ അല്ലെങ്കിൽ പാനിക് ആവേണ്ടതോ മീൻസ് ബേജാറാവേണ്ടതോ കാര്യമില്ല. ജസ്റ്റ് ഒരു എൻട്രി കൊടുത്താൽ മതി, അത് ഓട്ടോമാറ്റിക് അപ്ഡേറ്റ് ആയിക്കോളും. അപ്ഡേറ്റ് ആകുമ്പോൾ ഇത് നോ കൊടുത്തു കഴിഞ്ഞാലും പ്രശ്നമൊന്നുമില്ല. പക്ഷെ അപ്ഡേറ്റ് ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലേറ്റസ്റ്റ് ഇൻഫർമേഷൻസ് ഈ ക്യാംലെറ്റുകളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത് കിട്ടും. ഇത് അപ്ഡേറ്റ് ആവാൻ വേണ്ടി കുറച്ചൊരു സമയം എടുക്കും. സോ ആ സമയം വരേക്കും നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഏകദേശം ഒരു 10-20 നിമിഷത്തിന് ശേഷം ഗെറ്റ് സർവീസസിൻ്റെ എന്തായിട്ടുണ്ട്, ഗെറ്റ് ഹെൽപ്പ് റൺ ആയിട്ടുണ്ട്. സോ ഇവിടെ ഇതാണ് ഹെൽപ്പ് കമാൻഡിൻ്റെ ഔട്ട്പുട്ടായിട്ട് വന്നത്. പക്ഷെ ഇവിടെ റിമാർക്കിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നുണ്ട്, ഗെറ്റ് ഹെൽപ്പ്, ഗെറ്റ് സർവീസസ്, ദെൻ വേറൊരു പാരാമീറ്റർ നമുക്കിത് കാണിച്ചു തന്നു. എന്താണത്? എക്സാമ്പിൾസ്. നമുക്ക് നോക്കാം എന്താ അത് വരുന്നതെന്ന്. ഇപ്പം നമ്മൾ എക്സാമ്പിൾസ് കൊടുത്തു കഴിഞ്ഞാൽ വിത്ത് എക്സാമ്പിൾസ് ഇത് കാണിച്ചു തരും. ഇവിടെ ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്. നമുക്ക് ഒരു എക്സാമ്പിളിലേക്ക് പോകാം. ഓക്കെ, ഇവിടെ എക്സാമ്പിൾ 3 എന്താണെന്ന് നോക്കാം. ഈ എക്സാമ്പിൾ 3 എന്താണ്? ഗെറ്റ് സർവീസസിന് ഒരു പാരാമീറ്റർ ഉണ്ട്, ഡിസ്പ്ലേ നെയിം. സോ ആ ഡിസ്പ്ലേ നെയിം കൊടുത്തു കഴിഞ്ഞാൽ നെറ്റ്വർക്ക് ഡിസ്പ്ലേ നെയിം എന്താണോ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത് മാത്രമേ വരൂ. സോ ഇപ്പോൾ ഞാനിവിടെ ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ നെറ്റ്വർക്ക് ഡിസ്പ്ലേ നെയിമിൽ കണ്ടെയ്ൻ ചെയ്യുന്ന ഇത്രയും സർവീസസ് ഉണ്ട് എന്നുള്ളതാണ്. സോ മറ്റൊന്ന് വിൻഡോസ് എന്ന് ഡിസ്പ്ലേ നെയിം കണ്ടെയ്ൻ ചെയ്യുന്ന ഉണ്ട് എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് എന്താക്കിയാൽ മതി, വിൻഡോസ് എന്ന് ടൈപ്പ് ചെയ്ത് നോക്കിയാൽ മതി. സോ വിൻഡോസ് എന്ന ഡിസ്പ്ലേ നെയിമിൽ കണ്ടെയ്ൻ ചെയ്യുന്ന ഇതാണ് ഇതിൻ്റെ ആക്ച്വൽ നെയിം. ഫോർ എൻ എക്സാമ്പിൾ, നമുക്ക് വിൻഡോസ് ബാക്കപ്പ് എന്നുള്ള ഒരു സർവീസസ് ഉണ്ട്. പക്ഷെ അതിൻ്റെ സർവീസ് നെയിം എന്താണെന്ന് നോക്കിയേ, STRSVC. സോ ഇങ്ങനെ മാറാം. സോ ഡിസ്പ്ലേ നെയിം വെച്ചിട്ട് നമുക്ക് സെർച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏറ്റവും ആക്യുറേറ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഗെറ്റ് സർവീസസിൽ ഡിസ്പ്ലേ നെയിം എന്നുള്ള പാരാമീറ്റർ കൊടുത്താൽ പറ്റും. സോ ഗെറ്റ് ഹെൽപ്പിൻ്റെ പേർപ്പസ് എന്താണ്? നമ്മുടെ ഒരു കമാൻഡിൻ്റെ ക്യാംലെറ്റ്സിൻ്റെ ഇൻഫർമേഷൻ, അത് ക്യാംലെറ്റ്സ് എന്തിനൊക്കെ ഉപയോഗിക്കുന്നു, എന്താണ് ആ ക്യാംലെറ്റ്സ് തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് അറിയിച്ചു തരികയാണ് ചെയ്യുന്നത്. സോ ആക്ച്വലി എന്താ നമുക്ക് ഗെറ്റ് ഹെൽപ്പിനെ നമുക്ക് ആക്ച്വലി ഒരു പവർ ഷെല്ലിൻ്റെ സെർച്ച് എഞ്ചിനായിട്ട് കൺസിഡർ ചെയ്യാം. ഈ ഗെറ്റ് കമാൻഡിൽ നിന്നും ഗെറ്റ് ഹെൽപ്പിൽ നിന്നും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത്രയാണ്. ആക്ച്വലി ഒരു അപ്ഡേറ്റ് ആയിട്ടുള്ള പവർ ഷെല്ലിൽ ഇൻഫർമേഷൻസ് കിട്ടാൻ വേണ്ടിയിട്ട്, ക്യാംലെറ്റ്സിൻ്റെ സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇൻ്റർനെറ്റിനെ ആക്ച്വലി ആശ്രയിക്കേണ്ട ആവശ്യമില്ല. അത്രമാത്രം ഈ ബിൽഡ് ചെയ്ത ഡെവലപ്പേഴ്സ് അത് അത്രമാത്രം എളുപ്പമാക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ടൂളുകളും സാധ്യതകളും പവർ ഷെല്ലിൽ ഇൻബിൽഡ് ചെയ്തിട്ടുണ്ട്. സോ ഇന്ന് നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? ഈച്ച് ആൻഡ് എവറി ക്യാംലെറ്റ്സ് ഫോളോ ചെയ്യുന്ന ഒരു പാറ്റേൺ ഉണ്ട്, ദാറ്റ് ഈസ് കോൾഡ് വേർബ് നൗൺ പാറ്റേൺസ്. എല്ലാ ക്യാംലെറ്റ്സും വേർബ് നൗൺ പാറ്റേൺസിലാണ് വരുന്നത്. പിന്നെ നമുക്ക് ഒരു കമാൻഡ്സ് അറിയില്ല. സോ അത് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഗെറ്റ് കമാൻഡ് ഉപയോഗിക്കാം. ഗെറ്റ് കമാൻഡിന് ഡിഫറെൻറ്റ് വേർബ്സ് പാരാമീറ്റേഴ്സ് ഉണ്ട്. വൺ ഓഫ് ദ പാരാമീറ്റർ ആണ് വേർബ്. വേർബ് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്താണോ നമ്മുടെ ആക്ഷൻ എന്താണോ പെർഫോം ചെയ്യേണ്ടത്, ഗെറ്റ്, സെറ്റ്, അതെല്ലാം റീസ്റ്റാർട്ട് തുടങ്ങിയ ആക്ഷൻ എന്താണോ പെർഫോം ചെയ്യേണ്ടത് അത് വേർബിൽ കൊടുക്കുക. സോ എന്തിലേക്കാണോ ആക്ഷൻ കൊടുക്കേണ്ടത് അത് നൗണിൽ കൊടുത്തു കഴിഞ്ഞാൽ ആക്ച്വൽ കമാൻഡ്സ് ഫെച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഗെറ്റ് കമാൻഡ് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഗെറ്റ് ഹെൽപ്പ് ആക്ച്വലി ഇതൊരു മാനുവൽ പോലെയാണ് ഗെറ്റ് ഹെൽപ്പ് വർക്ക് ചെയ്യുക. ഏത് ക്യാംലെറ്റ്സിൻ്റെ ഹെൽപ്പാണോ നമുക്ക് വേണ്ടത് വിത്ത് എക്സാമ്പിൾസ് പ്രൊവൈഡ് ചെയ്യാൻ ഗെറ്റ് ഹെൽപ്പ് പറ്റും. സോ നെക്സ്റ്റ് കമ്മിങ്ങിൽ നമുക്ക് പവർ ഷെൽ ഡാറ്റ ടൈപ്സും വാരിയബിൾസും ഓപ്പറേറ്റേഴ്സും ഒക്കെ പഠിക്കാം. ഓക്കെ, സോ നെക്സ്റ്റ് ലെസൺ വരയ്ക്കും വണക്കം.